സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞ് നമ്മളുടെ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഡബിൾ ക്രോഷ്യയാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഇതിപ്പോൾ ഒരു 15 സ്റ്റിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സ്റ്റിച്ച് നമ്മൾ എക്സ്ട്രാ ഇടുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഹുക്കിനെ ഈ ആണിൻ്റെ താഴെ കൂടി ഒന്ന് കൊളുത്തി വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ അവസാനം ഇട്ട 2 ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റിച്ചിനുള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പുകൾ ഉണ്ടാവും. 1 2 3 3 ലൂപ്പുകൾ ഉണ്ടാവും. ഈ 3 ലൂപ്പുകളെയും നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. 3 ലൂപ്പുകളെയും നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ഹുക്കിന് താഴെ കൂടെ ഹുക്കിന് മുകളിലേക്ക് നമ്മൾ നൂല് എടുത്തു. അടുത്ത ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ ചെയ്തെടുത്തു. 3 ലൂപ്പുകളുണ്ട്. ഈ 3 ലൂപ്പുകളെയും നമ്മൾ ഒരു സ്റ്റിച്ചിലൂടെ പുറത്തേക്ക് എടുത്തു. ഇത് നമ്മൾ ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുകൂടെ പഠിക്കണം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ്യ. ചെയിന് യാണിൻ്റെ താഴെ കൂടി ഹുക്ക് നമ്മൾ ചെയിനിൻ്റെ താഴെ കൂടി എടുത്ത് യാണിന് മുകളിലാക്കി ഇനി ഹുക്ക് ഈ ചെയിനിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ 3 ലൂപ്പുകൾക്കുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ചെയ്യുന്നവർ കോട്ടൺ ത്രെഡ് വെച്ച് ചെയ്യാതെ അക്രിലിക് ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. യാണും ഹുക്കും ഒക്കെ കയ്യിലെടുത്ത് എൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ. നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രോഷറ്റ് സീരീസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.